നമസ്കാരം. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ ബി.ജെ.പിയിൽ ഒരു ശുദ്ധികലശം എന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ തവണ പിടിച്ചതിനേക്കാൾ കുറവ് വോട്ട് വാങ്ങുന്ന സ്ഥാനാർത്ഥികൾക്ക് പണി കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേതൃതലത്തിലടക്കം അഴിച്ചുപണിയുണ്ടാകും. പ്രധാനമന്ത്രി വരെ രംഗത്തിറങ്ങിയിട്ടും സ്ഥിതി മെച്ചപ്പെട്ടില്ല എങ്കിൽ കേരളത്തിൽ നിന്നും പാർട്ടിയിലേക്കുള്ള ഒഴുക്കും നിലയ്ക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രണ്ടും കൽപ്പിച്ച് ദേശീയ നേതൃത്വം രംഗത്തിറങ്ങും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെ അത് മധുരച്ചുറ്റ് തുപ്പാനും കച്ചിട്ടിറക്കാനും പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേരും. ഇങ്ങനെ എത്തുന്നുണ്ടെങ്കിൽ അത് ബി.ജെ.പിയിലെ ചില നേതാക്കൾക്ക് അത് ഒരു വലിയ അവസരമായി മാറുകയും ചെയ്യും ഈ തിരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവരത് ചെയ്തില്ല എങ്കിൽ ആജീവനാന്തം ഇത്തരത്തിലുള്ള കുരിശുകളെ ചുമക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് പാർട്ടി മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. ഇപ്പോൾ വെട്ടിക്കളയേണ്ടത് വെട്ടുക തന്നെ വേണം. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു ലോട്ടറി പോലെ. അന്ന് 2001 റിപ്പബ്ലിക് ദിനത്തിൻ്റെ പുലർച്ചയിൽ ഗുജറാത്തിലെ ഭുജിലും പരിസരങ്ങളിലും 7.6 തീവ്രതയിൽ നടനമാടിയ ഭൂകമ്പത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കേശുഭായ് പട്ടേലും നരേന്ദ്രമോദിയും ഡൽഹിയിലായിരുന്നു. ഗുജറാത്ത് എന്ന് പറയപ്പെടുന്ന ബി.ജെ.പിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മോദിജി ഒരു ഗുജറാത്തി കൂട്ടുകാരൻ്റെ സ്വകാര്യ വിമാനത്തിൽ അഹമ്മദാബാദിൽ പറന്നിറങ്ങുന്നു. അവിടെ നിന്ന് അങ്ങോട്ടായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന കേശുഭായ് പട്ടേൽ ഒരു ദിവസം കഴിഞ്ഞാണ് എന്നാൽ അതേസമയം ഗുജറാത്തിൽ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. ആ ഒരൊറ്റ കാരണത്താൽ തന്നെ ബി.ജെ.പി എന്ന് പറയപ്പെടുന്ന നേതൃത്വം, പ്രത്യേകിച്ച് അന്നത്തെ പുലിയായിരുന്ന അദ്വാനിജി മോദിജിയെ മുഖ്യമന്ത്രിയായി അവരോധിക്കുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നപ്പോൾ അരങ്ങേറിയ വിവാദപരമായിട്ടുള്ള ഗുജറാത്ത് കലാപം, ആ ഗുജറാത്ത് കലാപത്തിന് ശേഷം മോദിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ജീവിതത്തിൽ ജയം മാത്രം കൈമുതലായിട്ടുള്ള മോദിജിയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയപ്പെടുന്നത് തനിക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്ന അമേരിക്ക. ആ അമേരിക്കയ്ക്ക് പറക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്ന്. പ്രധാനമന്ത്രി എന്നുള്ളത് അദ്ദേഹം സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അമേരിക്കയ്ക്ക് പറക്കുവാനുള്ള PR വർക്കുകൾ ചെയ്തുകൊണ്ടേയിരുന്നു. ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രമോദ് മഹാജൻ കൊല്ലപ്പെടുകയും ഒപ്പം തന്നെ അവിചാരിതമായിട്ട് നിതിൻ ഗഡ്കരി എന്ന് പറയപ്പെടുന്ന തലപ്പത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. അണ്ണാ ഹസാരെ, അരവിന്ദ് കെജ്രിവാൾ, നിർഭയ സമരങ്ങളുമൊക്കെ ഇങ്ങനെ UP-യുടെ ഒരു ക്ഷീണാവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു. ബി.ജെ.പിയുടെ നേതൃത്വത്തിലേക്ക് ഇങ്ങനെ ഗുജറാത്തികളായിട്ടുള്ള മോദിയെയും അമിത്ഷായെയും ഒക്കെ നിതിൻ ഗഡ്കരി കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ അവർ കണ്ടെത്തിയതോടുകൂടി ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭാവി മാറ്റി എഴുതപ്പെടുകയും ചെയ്യുന്നു. അമേരിക്കയിലേക്ക് പറക്കുവാനുള്ള മോഹമെന്ന് പറയപ്പെടുന്ന പ്രധാനമന്ത്രി ആയതിലൂടെ പൂവണിയിച്ചപ്പോൾ പിന്നത്തെ മോഹമെന്ന് പറയപ്പെടുന്ന ഇന്ത്യ എന്ന മഹാരാജ്യം വെട്ടിപ്പിടിക്കുക എന്നതായിരുന്നു. 80% വിജയിച്ചുവെങ്കിലും കേരളവും തമിഴ്നാടും അടക്കമുള്ള ചില സംസ്ഥാനങ്ങൾ ആ സ്വപ്നത്തെ കരിയിച്ചു കളഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇന്നാരെങ്കിലും ആ ഗുജറാത്തികളോട് ചോദിക്കുകയാണ് എങ്കിൽ അവർ ഒറ്റയടിക്ക് പറയും അതായത് അവരുടെ ഏറ്റവും വലിയ മോഹമെന്ന് പറയപ്പെടുന്ന കേരളം കീഴടക്കുക എന്നതാണ് എന്ന്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കോടികളും ബുദ്ധികളും കെട്ടിയിറക്കപ്പെടുന്നു ഈ കേരളത്തിലെന്ന് പറഞ്ഞാൽ. ഓരോരോ തിരഞ്ഞെടുപ്പ് കഴിയും തോറും വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയ സാധ്യതകൾ ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ സാധിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും സീറ്റുകൾ നേടുവാനാകുന്നില്ല എന്നുള്ളത്. അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ചത് ജനകീയരായിട്ടുള്ള നേതാക്കന്മാരുടെ അഭാവം കൊണ്ടാണ് ഈ കേരളത്തിൽ ക്ലച്ച് പിടിക്കാൻ കഴിയാതായി പോകുന്നത്. ഇപ്പോഴത്തുള്ള നേതാക്കളുടെ കുതികാൽ വെട്ടും അതുകൊണ്ട് മാത്രമാണ് ബി.ജെ.പിക്ക് ഇവിടെ സീറ്റ് ലഭിക്കാതായി പോകുന്നതെന്ന്. ബി.ജെ.പി ദേശീയ നേതാക്കൾ വമ്പൻ സ്രാവുകളെയും പാർട്ടിയിലേക്ക് കൊണ്ടുവരുവാനുള്ള വലിയ ശ്രമങ്ങൾ ശ്രമിച്ചുവെങ്കിലും കേരളത്തിലെ നേതൃത്വം പോരാ എന്നുള്ളത്, അല്ലെങ്കിൽ കേരളത്തിലെ നേതൃത്വം അത്രയ്ക്ക് അങ്ങോട്ട് എത്തുന്നില്ല എന്നതുകൊണ്ടും അവരുടെ പിടിപ്പുകേടുകൾ കൊണ്ടുമൊക്കെ ആരെയും ആകർഷിക്കാനാകുന്നില്ല എന്നുള്ളത് തന്നെ ആയതിനാൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി നേതൃത്വത്തിൽ സമൂലമായിട്ടുള്ള മാറ്റം കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. ഇത്തവണത്തെ സീറ്റ് വിഭജനം എന്ന് പറയപ്പെടുന്നത് നമുക്ക് നോക്കിക്കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ്. ഇവിടെ കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണ്ണയം എങ്ങനെയാണ് നടന്നതെന്ന് നോക്കൂ. ജയസാധ്യതയുള്ള മണ്ഡലങ്ങളും ഏറ്റവും മോശം മണ്ഡലങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. കേരളത്തിലെ നേതൃത്വം എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗത്തെ അരിഞ്ഞു വീഴ്ത്തുവാൻ വേണ്ടിയിട്ട് മണ്ഡലങ്ങൾ വെച്ചുമാറിയപ്പോൾ അവിടെ കേന്ദ്ര നേതൃത്വം എന്ന് പറയപ്പെടുന്ന കേരള നേതൃത്വത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ കേരള നേതൃത്വത്തെ ഇല്ലാതാക്കുവാൻ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഉദാഹരണമായിട്ട് നമുക്കറിയാം, കഴിഞ്ഞ തവണ 2,48,081 വോട്ടുകൾ നേടിയ വിവാദ നായികയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ്റെ ശോഭ കെടുത്തുവാൻ വേണ്ടിയിട്ട് തന്നെ ആലപ്പുഴയിലേക്ക് മാറ്റിയത് അത് ഒതുക്കലിൻ്റെ ഭാഗമായിട്ടെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഇനിയിപ്പോൾ ആറ്റിങ്ങലിൽ മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി വി മുരളീധരന് ശോഭ പിടിച്ച വോട്ടുകൾ പിടിക്കുവാൻ പറ്റിയില്ലെങ്കിൽ വി മുരളീധരൻ്റെ രാഷ്ട്രീയ ഭാവി മിസോറാമിൽ ഒതുങ്ങിയേക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം അവിടെ ഗവർണറായിരിക്കേണ്ടി വരും.
കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ 2,97,396 വോട്ട് പിടിച്ചുകൊണ്ട് കടുത്ത മത്സരം കാഴ്ചവെച്ച പത്തനംതിട്ട, ആ പത്തനംതിട്ടയിൽ ആർക്കും വേണ്ടാത്ത ഒരാളെ കേന്ദ്ര നേതൃത്വം സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അവരുടെ മനസ്സിൽ ഈ അച്ഛന്മാർ ഒന്നടങ്കം മാറ്റിക്കുത്തും എന്നത് തന്നെയാണ് കരുതുന്നത്. അച്ഛന്മാർക്കും ബി ജെ പിക്കും ഇടയിൽ പാലം പണിയുവാൻ വന്നവനിപ്പോൾ ഈ സന്തോഷ് പണ്ഡിറ്റിനും രാഹുൽ ഈശ്വറിനും ശ്രീകാന്തിനും രഞ്ജിനിക്കുമൊക്കെ മലയാളികൾ കൊടുക്കുന്ന ഒരുതരം സ്ഥാനമുണ്ടല്ലോ, ആ സ്ഥാനത്ത് നിന്ന് ലേശം മുന്നോട്ട് പോകുവാനുള്ള സാധ്യത ആയിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഇത് പാർട്ടി നേതൃത്വത്തെ വല്ലാതെ കുഴയ്ക്കുന്നുണ്ട്. അനിൽ ആൻ്റണിയുടെ സ്ഥാനാർത്ഥിത്വം അങ്ങനെ അവിടെ സുരേന്ദ്രൻ തന്നെ മത്സരിക്കുകയായിരുന്നുവെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കടുത്ത ഒരു മത്സരം ചിലപ്പോൾ കാഴ്ചവെക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. സുരേന്ദ്രനോടുള്ള കേന്ദ്ര നീരസം വ്യക്തമാക്കുന്ന നടപടിയാണ് ഇത് എന്ന് വേണമെങ്കിൽ നമ്മൾ കൽപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ സുരേന്ദ്രനെ തലസ്ഥാനത്ത് നമ്മുടെ ശശി തരൂരിനെതിരെ മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ അവിടെയാണെങ്കിലും നമുക്ക് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആത്മാർത്ഥത മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ അവിടെ കുമ്മനം രാജശേഖരൻ ഏകദേശം 3,16,142 വോട്ടുകൾ പിടിച്ചുകൊണ്ട് 2ാം സ്ഥാനത്ത് വന്നപ്പോൾ അവിടേക്ക് മണ്ഡലത്തിൽ വേരോട്ടമില്ലാത്ത രാജീവ് ചന്ദ്രശേഖരനെ കെട്ടിയിറക്കി എന്നുള്ള വാദങ്ങളാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. കെ സുരേന്ദ്രനെ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉറച്ച മണ്ഡലമായ വയനാട്ടിലേക്ക് നാടുകടത്തി എന്ന് പറയപ്പെടുന്നു. ഇനിയിപ്പോൾ വയനാട്ടിൽ അവിടെ തുഷാർ വെള്ളാപ്പള്ളി പിടിച്ച 78,816 വോട്ടുകൾ പിടിക്കുവാനായില്ല എങ്കിൽ ആ കാരണത്താൽ തന്നെ പ്രസിഡന്റ് സ്ഥാനം അടക്കമുള്ളവ സ്വാഹയാണ് സുരേന്ദ്രന്. ഇത്തവണ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടുകൾ പിടിക്കുമോ എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്ക നിലനിർത്തുന്നു. അത് വേറെ കാര്യം. കാരണം പരാജയപ്പെടുവാൻ വരെ സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. ബി ജെ പി വളരെ കാലമായിട്ട് വിജയം ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തൃശ്ശൂർ സീറ്റും ആ സീറ്റിൽ വിജയം ഡീലാക്കുകയും പകരം തങ്ങളുടെ ആജന്മ ശത്രുവായിട്ടുള്ള കെ മുരളീധരനെ വടകരയിൽ തോൽപ്പിക്കുവാൻ ചിലർ കൈകൊടുക്കുകയും ചെയ്തപ്പോഴാണ് ഇതെല്ലാം തകിടം മറിഞ്ഞത്. ഇതെല്ലാം മണത്തറിഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് സുരേഷ് ഗോപിയെയും ഒപ്പം തന്നെ ശൈലജ ടീച്ചറെയും ഒക്കെ ഉറക്കം കെടുത്തിക്കൊണ്ട് ഒരു പുതിയ തീരുമാനമുണ്ടാക്കുന്നു. അറിയാമല്ലോ, ഇന്നിപ്പോൾ ബി ജെ പിയുടെ ഏക മോഹവും പൂവണിയാതെ കരിഞ്ഞുണങ്ങുമെന്നുള്ള പ്രതീക്ഷയിൽ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അങ്ങനെ എത്തുവാനുള്ള സാധ്യത അവിടെയില്ല. സ്ഥിരം ടീമങ്ങളായ എൻ രാധാകൃഷ്ണൻ, കൃഷ്ണദാസ്, സി കെ പത്മനാഭൻ തുടങ്ങിയവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടിട്ടുള്ള ഒരു പാനൽ, ഒരു പുതിയ ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. പക്ഷേ എങ്കിലും ജനകീയനായിട്ടുള്ള ആരും തന്നെ പകരക്കാരായി വന്നിട്ടില്ല എന്നത് പാർട്ടിക്ക് ഏറെ ക്ഷീണമുണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് പാർട്ടിയെ ദുഷിപ്പിക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ തവണ നേടിയ വോട്ടുകൾ ഇത്തവണ നേടുവാനായില്ല എങ്കിൽ കേരളത്തിൽ നിന്നും പാർട്ടിയിലേക്കുള്ള ഒഴുക്ക് എന്ന് പറയപ്പെടുന്ന കുറയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് യാഥാർത്ഥ്യമാണ്. അത് എന്തൊക്കെയായാലും ഒരിക്കൽ ബി ജെ പിയെ പറ്റിച്ചു പോയിട്ടുള്ള ആ പി സി ജോർജിനിട്ട് ബി ജെ പി കൊടുത്തിട്ടുള്ള ഒരു പണിയെന്ന് പറയപ്പെടുന്നത് വളരെ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. കാരണം സീറ്റ് നിഷേധിക്കപ്പെട്ടല്ലോ. ജയിച്ചില്ലെങ്കിലും സ്ഥാനാർത്ഥിയായി ഫണ്ട് കിട്ടിയാൽ മതി എന്ന ആവശ്യവുമായിട്ട് സ്ഥാനമോഹിയായിട്ട് എത്തപ്പെടുന്നവരുണ്ട്. തോൽക്കാൻ മാത്രം എന്തിനീ കുരിശുകൾ ചുമക്കുന്നത് എന്നുള്ള ഒരു ഭാവം, എന്നുള്ള വിഷമത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് എത്തപ്പെടുന്ന പലരുമുണ്ട്. അങ്ങനെ ഈ പലരെയും ചുമക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ബി ജെ പിക്ക് ഇനിയില്ല എന്ന് പറയട്ടെ. കാരണം പല മുഖങ്ങളുണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കൂട്ടത്തിനകത്ത് പറയപ്പെടുന്ന പോലെ സുരേന്ദ്രൻ്റെ ഒതുക്കലാവട്ടെ, അല്ലെങ്കിൽ വി മുരളീധരൻ്റെ പരാജയമാകട്ടെ, ശോഭാ സുരേന്ദ്രൻ്റെ പരാജയമാകട്ടെ, ഇങ്ങനെയുള്ള പരാജയങ്ങൾ സംഭവിക്കപ്പെട്ടാൽ അത് ബി ജെ പിക്കകത്തുണ്ടാകാൻ പോകുന്ന ഒരു പുതിയ ശുദ്ധികലശമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ വയനാട് പോലൊരു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് 2019 ചിലപ്പോൾ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് വയനാടിൻ്റെ പ്രധാനമന്ത്രിയായി എത്താൻ പോകുന്ന സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി എന്നുള്ളതുകൊണ്ട് 4 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് അവിടെ നിന്ന് ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ വിജയിപ്പിച്ചെടുക്കുവാൻ കഴിഞ്ഞു കോൺഗ്രസിന്. പക്ഷേ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ അത് സമ്പൂർണ്ണ പരാജയത്തിലേക്ക് എത്തുമോ എന്നുള്ള ഒരു ആശങ്കയിലാണ് കോൺഗ്രസ് എന്ന് പറയപ്പെടേണ്ടത്. കെ സുരേന്ദ്രനെ പരാജയപ്പെടുത്തുവാൻ നിർത്തിയാലും ആനി രാജയെ കൊണ്ട് നിർത്തിയാലും പകരം രാഹുൽ ഗാന്ധി വിജയിക്കുമെന്നുള്ള മട്ടിൽ അവിടെ പ്രചരണം നടത്തിയാൽ പോലും രാഹുൽ ഗാന്ധിയെ കളയുന്ന ഒരു സമീപനം വയനാട്ടുകാർ സ്വീകരിച്ചാൽ കെ സുരേന്ദ്രന് വിജയിച്ചു കയറുവാനുള്ള ഏറ്റവും വലിയ ഒരു പടിയായി തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ സ്വന്തം നാട്ടിൽ വിജയിച്ചു കയറുവാനുള്ള ഒരു അവസരം അതിലൂടെ കെ സുരേന്ദ്രന് ലഭിക്കുകയും ചെയ്യും. വി മുരളീധരനാണെങ്കിൽ ആറ്റിങ്ങൽ 2.5 ലക്ഷത്തിലധികം വോട്ടുകൾ പിടിക്കുവാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വി മുരളീധരൻ പാർട്ടിയിൽ അനഭിമതനാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മിസോറാമിലേക്ക് വണ്ടി കയറാം, അദ്ദേഹത്തിന് ഗവർണറാകുകയും ചെയ്യാം. അതൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു ശുദ്ധികലശം ബി ജെ പിയിൽ ഉണ്ടാക്കിയെടുക്കുവാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കേരളം മാത്രം ഇങ്ങനെ പിടികിട്ടാതെ ആകുന്ന തരത്തിലേക്ക് ബി ജെ പി എത്ര ശ്രമിച്ചിട്ടും ഒരു സീറ്റ് പോലും നേടാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെന്തുകൊണ്ടാണ് കാരണമെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ജനകീയരായിട്ടുള്ള നേതാക്കളില്ല എന്നുള്ളതാണെങ്കിൽ ജനകീയ മുഖങ്ങളെ കൊണ്ടുവരുവാൻ ബി ജെ പി തയ്യാറെടുക്കും.
ഈ ഇപ്പോഴത്തെ നേതാക്കൾക്ക് ധാർഷ്ട്യമാണ് എന്നുണ്ടെങ്കിൽ അവരെ ആ പാർട്ടിയുടെ പടിയടച്ച് പിണ്ടം വയ്ക്കുന്ന സമീപനവും സ്വീകരിക്കും. എന്തായാലും BJP എന്ന് പറയപ്പെടുന്നത് കേരളത്തിൽ അവരുടെ ശക്തി തെളിയിക്കുക തന്നെ ചെയ്യും. വരും കാലമെന്ന് പറയപ്പെടുന്നത് കേരളത്തിലും BJP അവരുടെ ഭരണത്തിലേക്ക് എത്തുമെന്നുള്ളതിൻ്റെ സൂചനകൾ നൽകുന്നതാണ് എന്ന് പറയുന്നതിൽ സംശയമില്ല. വരും കാലം ഇവിടെ നമുക്ക് BJPയുടെ മുഖ്യമന്ത്രി ആര് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് പോകും. ആ ഒരു സ്ഥിതിവിശേഷം തന്നെ ഉണ്ടാക്കിയെടുക്കുവാനുള്ള പരിശ്രമത്തിലാണ് മോദിയും ഒപ്പം തന്നെ അമിത് ഷായും.